വളരെ നല്ല എക്സ്പീരിയൻസ് ഇക്കള് വരണം. സൂപ്പർ പായസം. കയറിയിരിക്കുക. കുറെ തൊഴിലാളികൾ, കുറെ ബംഗാളീസ്, കുറെ മുംബൈ വാലീസ്. അന്നയുടെ ലോകം ഇന്നുള്ളത് വാഗമണ്ണിലാണ്. നിക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മുട്ടക്കുന്നു. വാഗമൺ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ ഏലപ്പാറ റോഡ്. നെറ്റ്വർക്ക് കവറേജ് കുറവാണ്. ഗൂഗിൾ മാപ്പ് ഒന്ന് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്തോളൂ. ശ്രീ എനിക്ക് എന്തോ സർപ്രൈസ് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ലൊക്കേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. ബംഗാളി വരുന്നോ മുംബൈ വാലെ വരുന്നോ എന്താണ്ടൊക്കെ പറഞ്ഞൊരു ഉജാല വെള്ളത്തിൽ കാലും മുക്കി ഇരുന്നോളാൻ എന്നോട് പറഞ്ഞ പോലെ ഞാൻ എന്താ അണ്ടാവ് പാത്രത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. കാടും പടലയൊക്കെ ഉണ്ട്. വല്ല പാമ്പോ പഴുതാരെ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ലേ. എങ്ങനെയുണ്ട്? ശ്രീ അയ്യോ ഇത് നമ്മൾ കാലങ്ങോട്ട് വെക്കുമ്പോഴേ ഇതെല്ലാം കൂടി ഇങ്ങനെ വരുമ്പം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കേട്ടോ. ഇക്കിളി വരുവേ. അത് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓക്കെയാണ്. ഈ കാറും കോലും കേട്ടിട്ടേ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ആളുടെ കാലേ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. ആൾക്കത് കാരണം ഭയങ്കര ഇക്കിളായിരുന്നു. കരയുവാണോ ചിരിക്കുവാണോ എന്നങ്ങ് മനസ്സിലായില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ഇക്കിള് വരണം. നമ്മളങ്ങ് കാല് വെക്കുമ്പോഴേക്കും എല്ലാവരും കൂടി വന്ന് നമ്മുടെ കാലങ്ങോ പൊതിയും കേട്ടോ. ആദ്യം ഭയങ്കര പാടാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ടങ്ങ് സെറ്റാവും. ഭയങ്കര റിലാക്സേഷനാടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ സമയം ഇരുന്ന് പിന്നെ നമുക്ക് എഴുന്നേക്കാൻ തോന്നൂല. അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കാൻ തോന്നും. വൈക്കത്ത് സ്വന്തമായിട്ട് പെൻഗിൻ ബ്യൂട്ടി പാർലറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ഫിഷ് എനിക്ക് എക്സ്പീരിയൻസ് ആദ്യമാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡോക്ടർ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷായിരുന്നു കേട്ടോ. അതിങ്ങനെ കൊത്തി എടുക്കുവാണ്. പക്ഷേ ഇവനിങ്ങനെ സക്ക് ചെയ്തങ്ങ് എടുക്കുവാണ്. ഇത് നമുക്കൊരു മസാജിങ് ഫീലും പിന്നെ ഒരു നല്ല റിലാക്സേഷനും ഒക്കെ ഫീൽ ചെയ്യുവേ. ക്യാമറ കൊണ്ടിലും പേടിയുണ്ട് മാർക്കേട്ടാ. കാലിന്റെ മേളിലൊക്കെ കയറി വരണണ്ട കണ്ടാ. എന്റെ കാല് മൊത്തം പൊതിഞ്ഞിരിക്കേ. അതെ പയ്യെ അനക്കാതുണ്ട്. വേറെ കാലത്ത് കൊടുത്ത പൂറ്റിയൊക്കെ പൊക്കി കൊടുത്ത് ഇഷ്ടം പോലെ വരും. വെക്കുമ്പോഴേ ഭയങ്കര പാടാണ്. കുറച്ച് നേരം നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓക്കെ ആവും. ഇത് എൻ്റെ കാലം പിടിച്ചിരിക്കാൻ നോക്കിയിട്ട് ഇത് ഫിഷ് നമ്മുടെ വീട്ടിൽ പണ്ടൊരു 500 ഫിഷ് ഞാൻ കൊണ്ടുപോയിട്ട് ഓർക്കുന്നുണ്ടോ? അത് ഡോക്ടർ ഫിഷാണ്. പക്ഷേ ഇതല്ല കേട്ടോ. ഇത് ശരിക്കും സക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സക്ക് ചെയ്യുന്നുണ്ട്. സക്കറിൻ്റെ പോലത്തെ മീൻ. ഈ സക്കർ ഫിഷ് തന്നെയാണ്. ഞാനൊരു ചോദിച്ചപ്പോൾ മുംബൈയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നല്ല രസമുണ്ട്. ഇപ്പം നല്ല രസമുണ്ട്. ആദ്യം നമുക്ക് ശരിക്കും പേടിയല്ല, ഒരു തരം ഫീലില്ലേ അതായിരുന്നു. ഇപ്പം ഉണ്ടല്ലോ നല്ല രസമുണ്ട്. ഇത്ര ഹൈജീനിക്കായിട്ട് ഇതെങ്ങനെയാണ് സൂക്ഷിക്കണേന്ന് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാടാണെന്നാണ് പറഞ്ഞത്. ഫുൾ ടൈം ഒരു എയർ ഫിൽറ്റർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സൗണ്ട് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. പിന്നെ എല്ലാ ദിവസവും അവർ വൈകിട്ടാകുമ്പോഴേക്കും വെള്ളം മാറും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവർക്ക് ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ കാലിൻ്റെയൊക്കെ ഡെഡ് സെൽസ് അല്ലേ ഇവർ കഴിക്കണേ. അത് പോരാഞ്ഞിട്ട് വൈകിട്ടൊക്കെ ആവുമ്പം ഇവർ അവൽ പൊടിച്ചു കൊടുക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. അവർ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാം. നമ്മൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ മീനെല്ലാം ഓടി ആ കാടിനകത്ത് ഒളിക്കുവേ. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ മാറ്റുമ്പോൾ തിരിച്ചു വന്ന കാലങ്ങോട്ട് പൊതിയണുണ്ട് കേട്ടോ. ഈ വെട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ കാരണേ നമുക്ക് ഒന്നും കാണാൻ പറ്റണില്ല ക്യാമറയിൽ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അതേ കാണാൻ പറ്റും കേട്ടോ. മസ്റ്റ് ട്രൈ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ യൂട്യൂബറാണ് കേട്ടോ. വേൾഡ് ഒഫീഷ്യൽ. പിന്നെ നമ്മൾ അവിടെ ഇവിടെ നടന്ന് ചെരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ പല പോസിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. ഒരു സിനിമാറ്റിക് ഫീലാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴേ. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ നൈസായിരിക്കും കേട്ടോ ഇവിടം. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ നല്ല രീതിക്കാണ് കേട്ടോ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പാട്ട് പാടുന്നതേ അതിൻ്റെ ഓണർ തന്നെയാണേ.
സ്ഥാപനത്തിൻ്റെ പേര് KPM ഫിഷ് ഫാം എന്നാണ്. ഇതൊന്നുമല്ല, നമ്മുടെ അടുത്ത വീഡിയോയിൽ ഒരു വമ്പൻ സർപ്രൈസ് ഉണ്ട്. എല്ലാത്തിൽ ഒരിടത്ത് ചെന്നാലും കിട്ടിയാൽ ആ ഫീല് ഞാൻ ഉറപ്പ് തരുവാണ്. നമുക്ക് ഫുൾ എൻജോയ് ചെയ്തു പോകാം. ഒരു 250 റുപ്പീസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചില്ലായിട്ട് പോകാം കേട്ടോ. മനസ്സ് നിറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരണ വഴി നമ്മൾ ഈ വളവിലൊന്ന് നിർത്തിയേ. വാഗമൺ റൂട്ടിലെ പുളിങ്കട്ട എന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കാനുള്ള കാരണം മനസ്സിലായോ? വായോ. ഓക്കെ. കടലപ്പരിപ്പല്ലേ ചേച്ചി? ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പ്. ചൂട് ചൂട് പായസം. അപ്പം ഇതിലേക്ക് വരുവാണേലേ ചേച്ചിയുടെ കടയിലൊന്ന് കയറി ഒരു പായസമൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ചേച്ചിക്കും ഒരു ഹെൽപ്പാവും, നമുക്കൊരു സന്തോഷവും. വീഡിയോ ഇഷ്ടപ്പെട്ട അന്നാസ് വേൾഡ് ഒഫീഷ്യൽ എന്ന നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ടാറ്റാ ബൈ. ഓക്കെ, സീ യു.